ഈ ഓണക്കാലമൊക്കെ എത്തുന്നതോടുകൂടി ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ കേരളത്തിലേക്ക് വരാൻ പ്രധാനമായും ട്രെയിനുകളെ ആശ്രയിക്കുന്നു. വരുന്നവർക്കെല്ലാം ആദ്യം ഒരു ഓണാശംസ പറയാം. അതെ അതെ അതെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ABC മലയാളത്തിൻ്റെ ഓണാശംസകൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഉൾപ്പെടെ അല്ലേ, ഇവിടെ നാട്ടിലുള്ളവർക്കും വരുന്നവർക്കും എല്ലാം നമ്മുടെ ആളുകളല്ലേ. അതെ അതെ. അപ്പോൾ ഈ താരതമ്യേന ചിലവ് കുറഞ്ഞതുമാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്, ഒപ്പം സുരക്ഷിതമാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാൻ പറഞ്ഞത് ഈ കാളന്തി എക്സ്പ്രസ് അതിൻ്റെ ഒരു അട്ടിമറിശ്രമം ഉണ്ടായിരുന്നു. അട്ടിമറിശ്രമമൊന്നുമില്ല, നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ട്രെയിൻ അട്ടിമറിശ്രമമായിരുന്നു. അത് നമ്മുടെ മലയാള പത്രങ്ങളിലും മലയാള ചാനലിലും ഒക്കെ വാർത്തയായിരുന്നു. അത് കാളന്തി എക്സ്പ്രസ് വരുന്ന ട്രാക്കിൽ ഒരു നിറഞ്ഞ കുറ്റിയുള്ള ഒരു ഗ്യാസ് ഊറ്റി കൊണ്ട് വെച്ചു. എന്നിട്ട് ഒരു കുപ്പിക്കകത്ത് പെട്രോൾ വെച്ചു. ട്രാക്കിൻ്റെ സൈഡിൽ ഒരു സ്ഫോടക വസ്തുവും വെച്ചു. അതായത് ഒന്നെങ്കിൽ ട്രെയിൻ വന്ന് ഗ്യാസിലിടിക്കുമ്പോൾ തീ പിടിക്കണം. ഇനി അങ്ങനെ തീ പിടിച്ചിട്ടും കത്തിയില്ലെങ്കിൽ പെട്രോളിന് സ്പാർക്ക് ഉണ്ടാവും, പെട്രോളിന് കത്തണം. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഇനി അങ്ങനെ കത്തി ട്രെയിൻ വല്ലതും മറിയുകയാണെങ്കിൽ നേരെ സ്ഫോടക വസ്തുവിൻ്റെ മീതെ വീഴണം. അപ്പോൾ എങ്ങനെ വന്നാലും ഗുരുതരമായ ഒരു അപകടം ഉണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കാളന്തി എക്സ്പ്രസ് പോലെയുള്ള 10-26 ബോഗികളുള്ള ഒരു വലിയ തീവണ്ടി, അത് ഗ്യാസ് കുറ്റിയിലിടിക്കുന്നു, അത് മറിഞ്ഞ് ഗ്യാസ് ലീക്കായി പെട്രോളിലേക്ക് പകരുന്നു, തീ പിടിക്കുന്നു, ട്രെയിനിൻ്റെ എഞ്ചിനോ ബോഗിയോ സമീപ പ്രദേശത്ത് വെച്ച് ട്രാക്കിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുവിലേക്ക് വീഴുന്നു എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൽ ചുരുങ്ങിയത് ഒരു 6000-7000 യാത്രികരുണ്ടാവും. അപ്പോൾ ഭയാനകമായ ഒരു അപകടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ അതൊക്കെ വലിയ വാർത്തയായിട്ട് കൊടുത്തു. അപ്പോൾ 4-5 ദിവസമായി. അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ NIA അന്വേഷിക്കുന്നുണ്ട്. അത്തരം അന്വേഷണങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ മനോരമ തുടങ്ങി നമ്മുടെ എല്ലാ മലയാള പത്രങ്ങളും നമ്മുടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ ചാനലുകളും നോക്കി. ഈ കാളന്തി ട്രെയിൻ അട്ടിമറി ശ്രമം അതിഭീകരമായ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള അട്ടിമറി നീക്കമായിരുന്നു. അത് എൻജിൻ ഡ്രൈവറുടെ മനസ്സാന്നിധ്യം കൊണ്ട് തന്നെ അദ്ദേഹം അത് കണ്ട് എമർജൻസി ബ്രേക്ക് ഇട്ട് അത് നിർത്തിയത് കൊണ്ട് അപകടം ഒഴിവായി. ഇല്ലെങ്കിൽ ഇന്നും അതിൻ്റെ കഥകൾ നമ്മുടെ പത്രങ്ങളിൽ വരുമായിരുന്നു. അതെ. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭീകരാക്രമണമാണ്. ട്രെയിൻ എങ്ങനെയും ഒരു തീവണ്ടിയെ മറിച്ചിട്ട് തീ പിടിപ്പിച്ച് സ്ഫോടനമുണ്ടാക്കി നൂറുകണക്കിന് ആളുകളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരാക്രമണം. ഭീകരാക്രമണത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. അതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി പറഞ്ഞ പോലെ എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും നോക്കുക എന്തായി അതിൻ്റെ ഫോളോ അപ്പ്. നമ്മുടെ ഒരു പത്രത്തിലും ഇല്ല. പക്ഷേ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ആ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. 3 ദിവസമായി. അപ്പോൾ നമ്മുടെ പത്രങ്ങളിലൊന്നും കാണാത്ത കാരണം ഞാൻ തെരഞ്ഞ് പോയിട്ടാണ് കണ്ടുപിടിച്ചത്. അയാളെ കണ്ടുപിടിച്ചു. അത് നമ്മുടെ പത്രങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്ത വരാത്തതിൻ്റെ കാരണവും എനിക്ക് മനസ്സിലായി. കാരണം പ്രതിയുടെ പേര് ഷാരൂഖ് ഖാൻ എന്നാണ്. അതുകൊണ്ടാണ് പേര് വരത്തില്ല. ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന പേരുള്ള ഒരാൾ തീവണ്ടിയല്ല വിമാനം തട്ടിക്കൊണ്ട് പോയാലും നമ്മൾ പേര് കൊടുക്കുകയില്ല. ഒരാൾ ഒരു ദില്ലി സ്വദേശി എന്നൊക്കെ പറയും. മലയാള പത്രങ്ങൾ ആ കാളന്തി എക്സ്പ്രസിൻ്റെ അട്ടിമറി ശ്രമം ഇന്ന് വരെ അതിൻ്റെ ഫോളോ പ്രതിയെ അറസ്റ്റ്, ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ എന്തുകൊണ്ടാണ് അതിൻ്റെ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കാത്തത്? കാരണം പേരാണ് പ്രശ്നം. നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തൊരു ഭയമാണല്ലേ. അതെ. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രതിയാണെങ്കിൽ അവരുടെ പേരുകൾ പറയില്ല. ഇന്നലെ ഞാൻ 24 എന്ന് പറഞ്ഞ ഇപ്പം നമ്മുടെ മലയാളത്തിലെ 1ാം നമ്പർ ചാനലാണല്ലോ, അതിൽ ഒരു മദ്രസയിലെ പീഡനത്തിൻ്റെ വാർത്ത 24 എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ വിജയകുമാറൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച TV ജേർണലിസ്റ്റുകൾ, ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസ്റ്റുകളിലൊക്കെ ഏറ്റവും നമ്പർ 1 എന്ന് പറയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ് വിജയകുമാർ, വിജയകുമാർ. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായി. 2 മാധ്യമങ്ങളിലാണെങ്കിലും വളരെ സൗഹൃദത്തോടെ കഴിയുന്നവരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വിജയനുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് SKNൻ്റെ ചാനലാണ്. SKNൻ്റെ ചാനൽ SKNN ഉള്ളത് കൊണ്ടാണ് ആ ചാനൽ ഇത്രയും ഭംഗിയായി നടക്കുന്നത്. അതെ. ഒരു മികച്ച ടീം വർക്കുമാണ്. നമുക്കൊക്കെ സന്തോഷം നൽകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ചില കരടൊക്കെ ഉണ്ടായിരുന്ന ചാടിപ്പോയി, റിപ്പോർട്ടറിലൊക്കെ പോയല്ലോ. അതുകൊണ്ട് ആ ചാനൽ നന്നായി വൃത്തിയായി നടക്കുന്ന ചാനൽ. പക്ഷേ അതിലും എനിക്ക് സങ്കടം തോന്നി. കാരണം മലയാളത്തിലെ ഏറ്റവും ആർജവമുള്ള വാർത്താമാധ്യമമായ 24 എന്താ കാണിച്ചെന്നറിയോ? ഒരു മതപാഠശാലയിലെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ആ സ്റ്റോറി കാണിച്ചത്. ആ കുട്ടിയെ പ്ലെയർ കൊണ്ട് നഖമൊക്കെ വലിച്ചു പറിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു, കണ്ണിലും രഹസ്യഭാഗങ്ങളിലും മുളകരച്ചു പരട്ടുന്നു എന്നൊക്കെയുണ്ട്. പക്ഷേ കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ തൻ്റെ ഇടം കാണിച്ച 24-ന് നമ്മൾ അഭിവാദ്യം ചെയ്തു. പക്ഷെ അഭിവാദ്യം ചെയ്യുമ്പോഴും അവർ ഉപയോഗിച്ച വാക്കെന്നറിയോ? മതപാഠശാല എന്നാണ്. മദ്രസ എന്ന് പറയാൻ 24-നും പേടിയാണ്.
പേടിയായതുകൊണ്ടാണോ അതോ ഇനി മദ്രസ അല്ലാത്തത് കൊണ്ടാണെങ്കിൽ മതം പഠിപ്പിക്കുന്ന വല്ലോ അങ്ങനെ സാധനമുണ്ടോ? മദ്രസ അല്ലാതെ മതം പഠിപ്പിക്കുന്ന ശാലകളുണ്ടോ? എനിക്കറിയില്ല. ഏതായാലും ഇത് കഴിയുമ്പോൾ ഞാൻ വിജയകുമാറിനെ ഒന്ന് വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഏതായാലും ഈ മദ്രസ എന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് പേടിയാണ്. കാരണം എത്രയോ മദ്രസകളിൽ പ്രകൃതി വിരുദ്ധം ഉൾപ്പെടെയുള്ള പീഡനങ്ങൾ നടക്കുന്നു അല്ലേ? എല്ലാ മാസവും മിക്കവാറും വാർത്തകൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണ് വരുന്നത്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരത്തില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക എക്കോസിസ്റ്റം ഉണ്ടായി വരുന്നുണ്ട്. ചില ആളുകൾക്ക് അവരെന്ത് ചെയ്താലും അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളത് മതപാഠശാലയാക്കും, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളാക്കും, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാവും. അത് നല്ലതാണ്, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വേണം പറയാം. അല്ലാതെ ഏഷ്യാനെറ്റിൽ പണ്ട് PR സുനിൽ പറഞ്ഞു എൻ്റെ പിന്നിലതാ ഒരു പള്ളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയും മണ്ണാങ്കട്ടയൊന്നും കത്തുന്നില്ല, വെറുതെ പുള്ളി അടിച്ചതാണ്. ഈ കത്തുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ പിന്നിൽ ഒരു പള്ളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു ലേഖകൻ ലൈവായിട്ട് പറയുമ്പോൾ അപ്പുറത്ത് ഈ പള്ളിയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വികാരം ഉണരുകയാണ്. അവർ പോയി ഒരു അമ്പലം കത്തിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിൽ പാലിക്കേണ്ട ഒരു ധാർമ്മികതയുണ്ട്. എത്തിക്സ് പാലിക്കുന്ന ഒരാളും അങ്ങനെ ചെയ്യില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് നമ്മളുണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ വഴി കലാപം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നടക്കുന്നത് എന്താ? കലാപം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല, ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിനെതിരെ കലാപം ഉണ്ടാക്കാനുള്ള വാർത്തകൾ കൊടുക്കും. മറുവിഭാഗത്തിൽപ്പെട്ട, നമ്മളിപ്പോൾ വിഭാഗം പറയാം അല്ലേ, മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകൾ എന്ത് പോക്രിത്തരം ചെയ്താലും മിണ്ടത്തില്ല. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് UP-യിലെ ഒരു മസ്ജിദിൽ കള്ളനോട്ടം ഉണ്ടാക്കുന്ന സംവിധാനം പിടിച്ചു. കള്ളനോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, 500-ൻ്റെയും 200-ൻ്റെയൊക്കെ നോട്ട് മസ്ജിദിനകത്ത്. നമ്മുടെ പത്രങ്ങളിലും എല്ലാം കണ്ടു, വാർത്ത ഒന്നുമില്ല. നമ്മളും അത് വിട്ടുപോയി. ആ വാർത്ത നമ്മൾ കൊടുക്കേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞുകൊണ്ട് സ്റ്റെയിലായിപ്പോയി, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി, അയാളാണ് ഈ കാളിന്തി എക്സ്പ്രസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. നമ്മുടെ ഈ ഇവിടെ കേരളത്തിൽ ആ ട്രെയിൻ തീ വെക്കാൻ എലത്തൂർ, അയാളുടെ പേരെന്തായിരുന്നു? ഇതുപോലത്തെ ഒരു പേരായിരുന്നു, നാമധാരി. അതുകൊണ്ട് തന്നെ അത് ഭീകരാക്രമണമാണോ തീവ്രവാദ ബന്ധമാണോ എന്നൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഒരു ചാനൽ പ്രവർത്തകർ, ചാനലിൻ്റെ ആളുകൾ ഇയാൾ താമസിക്കുന്ന ഷഹീൻബാദിലെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഈവൻ പ്രതി പാവാട എന്നുള്ള സ്റ്റോറിയൊക്കെ ചെയ്യും. ചാനലിൽ അറിയാമല്ലോ, അടുപ്പ് കൂട്ടി ചർച്ചയുടെ ചാനൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു മതത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ഒന്നും കുറ്റമല്ല. അവർ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വാർത്തയാവത്തുമില്ല. അത് വിട്. ഞാൻ ഈ ഷാറൂഖ് ഖാൻ്റെ കാര്യം പറയും. ഷാറൂഖ് ഖാനെ പിടികൂടിയ NIA പറയുന്നത് ഇയാൾ IS ഖുറാസാൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു തീവ്രവാദ IS ഖുറാസാൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 മാസം മുമ്പ് നമ്മളൊരു ടോക്ക് നടത്തിയപ്പോൾ IS ഖുറാസാൻ്റെ ഒരു പ്രസിദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ പ്രസിദ്ധീകരണത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ കൊല്ലണം, യോഗി ആദിത്യനാഥിനെ കൊല്ലണം, ഹിന്ദു നേതാക്കളെ കൊല്ലണം, RSS VHP ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കൊല്ലണം. മാത്രമല്ല ഇതെല്ലാം പറഞ്ഞിട്ട് ഇന്ത്യയിൽ വലിയ കലാപം ഉണ്ടാക്കണം. ഏതെല്ലാം വാഹനങ്ങൾ, പൊതുഗതാഗതം, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, വലിയ അട്ടിമറികൾ നടത്തണം, സൂപ്പർ മാർക്കറ്റുകൾ, മോളുകൾ, സിനിമാ തിയേറ്ററുകൾ, ഇവിടെയൊക്കെ ബോംബാക്രമണം നടത്തണം. ഒന്നുമില്ലെങ്കിൽ കിട്ടുന്ന കത്തി കൊണ്ട് കുത്തിക്കൊല്ലണം. വലിയ ആഘോഷങ്ങൾ നടക്കുന്നിടത്തേക്ക് ട്രക്കുകൾ ഓടിച്ച് കയറ്റണം. അപ്പോൾ എപ്പോഴും ഒരു കലാപ സാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. കലാപമല്ല, യുദ്ധം. കലാപം എന്ന് വെച്ചാൽ 2 കൂട്ടരുണ്ടാവണ്ടേ. സംഘർഷം എന്നൊക്കെ പറയുമ്പോൾ 2 കൂട്ടരുണ്ടാവണം. ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ 2 കൂട്ടർ. ഇത് ഏകപക്ഷീയമായിട്ടാണ്. നിങ്ങൾ വിഗ്രഹാരാധകരെ കണ്ടാൽ അത് ക്രിസ്ത്യാനിയും വരും അല്ലേ? ഇപ്പോൾ ക്രിസ്ത്യാനി വിഗ്രഹാരാധകരല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ അവരുടെ എല്ലാ ആഘോഷങ്ങളിലും കർത്താവിൻ്റെയും മാതാവിൻ്റെയൊക്കെ രൂപം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വിഗ്രഹാരാധകർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും കാഫിറുകളെ കണ്ടാൽ കൊല്ലുക. അപ്പോൾ കാഫിർ ഏത് മതക്കാരനും ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് വോയിസ് ഓഫ് ഖുറാസാൻ എന്ന് അത് നമ്മൾ അങ്ങനെ തന്നെ അതിൻ്റെ ആ ലക്കം, ആ മാഗസിൻ്റെ പേജൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത് 2 മാസം 3 മാസമായുള്ളൂ. അതിനകത്ത് പറയുന്നത് പൊതുഗതാഗത സംവിധാനമുള്ള ബസ്സുകൾ, ട്രെയിനുകൾ ഇതൊക്കെ അട്ടിമറിക്കണം, അതിനൊക്കെ സ്ഫോടനം നടത്തണം, മാളുകൾ ആക്രമിക്കണം, സിനിമാ തിയേറ്ററുകൾ ആക്രമിക്കണം, വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിനകത്തേക്ക് ട്രക്കുകൾ ഓടിച്ച് കയറ്റണം എന്നൊക്കെ ഖുറാസാൻ ആഹ്വാനം ചെയ്തിരുന്നു. ആ ആഹ്വാനം നടപ്പാക്കുകയാണ് ആര്? ഷാറൂഖ് ഖാൻ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന ഇസ്ലാമിസ്റ്റ് നയിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകുമെന്ന്. അതിനുവേണ്ടി അവർ അഹോരാത്രം പണിയെടുത്തു. വിദേശ ഫണ്ട് വന്നു, അവരുടെ എല്ലാ സന്നാഹങ്ങളും ഒടുക്കി. മുസ്ലിം വോട്ടുകളൊക്കെ വലിയ തോതിൽ കൺസോളിഡേറ്റ് ചെയ്ത് BJPക്കെതിരെ അവർ പോൾ ചെയ്തു.
ഉത്തർപ്രദേശിലൊക്കെയാണ് മുസ്ലിം യാദവ് ഇക്വേഷനും വർക്ക് ചെയ്തത്. എങ്ങനെയും BJPയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മുസ്ലിമും വോട്ട് ചെയ്യാതിരിക്കരുത് എന്ന തീരുമാനമെടുത്തിട്ട് വോട്ട് ചെയ്തു. എന്നാൽ ഹിന്ദുക്കളൊക്കെ 400 സീറ്റ് കിട്ടി BJP വരുമെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ അടുത്ത 5 വർഷക്കാലം മോദി സർക്കാർ വീണ്ടും വരുന്നത് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എല്ലാ സന്നാഹങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടും മോദി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഉള്ളത് ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ അരക്ഷിതാവസ്ഥ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വരിക, പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക. അപ്പോൾ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നാഡീഞരമ്പുകൾ പോലെയാണ്. രാജ്യത്തെമ്പാടും ഈ ഞരമ്പുകൾ പോലെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽ ശൃംഖല നമുക്കുണ്ട്. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നമ്മുടേതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തേതാണെന്ന് എൻ്റെ വിശ്വാസം. അത്രയും വലിയ ഒരു ഒരു 4 കോടി ആളുകൾ ഒരു ദിവസം നമ്മുടെ ട്രെയിനിലുണ്ടാകും. നമ്മൾ ഈ സംസാരിക്കുമ്പോഴും 4 കോടി ആളുകൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള റെയിൽ നെറ്റ്വർക്ക് തകർത്താൽ രാജ്യം തകർന്നു പോകും. അപ്പോൾ എന്താ ഇത്ര വലിയ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങളൊക്കെ രാജ്യത്തുണ്ടായ മോദിയുടെ കാലത്ത് ജീവനും സ്വത്തിനും സംരക്ഷണമില്ല, ഭയമാണ് ജനങ്ങൾക്ക് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാം തീവ്രവാദികൾ അവരുടെ സ്ലീപ്പർ സെല്ലുകളെ ഉണർത്തിയിരിക്കുക. IS ഖുറാസാനുണ്ട്, മറ്റ് തീവ്രവാദി സംഘടനകളുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ വരെ ഉണ്ടാവും. അപ്പോൾ ISൻ്റെ സെല്ലുകൾ പതുക്കെ ഉണർന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വലിയ ജാഗ്രത ആവശ്യമാണ്. പക്ഷേ അതിനകത്ത് ഈ ജാഗ്രത ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. അല്ലെങ്കിൽ ഈ കാളിന്തി എക്സ്പ്രസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയ നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇവർക്കെല്ലാം വളം വെച്ച് കൊടുക്കുകയാണ്, ഇവർക്ക് പായ വിരിച്ചു കൊടുക്കുകയാണ്. അവരെന്തുകൊണ്ടാണ് ഇതിലെ പ്രതിയെ പിടികൂടിയപ്പോൾ ആ വാർത്ത കൊടുക്കാത്തത്? ശരിക്കും ഈ വാർത്ത കൊടുത്ത് ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഈ സമൂഹത്തിൽ ഒരു ജാഗ്രത ഉണ്ടാക്കാൻ സഹായിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ അത് ഷാരൂഖ് ഖാൻ ആയതുകൊണ്ട് കൊടുക്കില്ല. അതായത് ഒരു കേശവാനന്ദൻ ആണെന്നെങ്കിൽ പ്രതി കേശവാനന്ദൻ പിടിയിൽ എന്ന് പറഞ്ഞ് 1-ാം പേജിൽ വാർത്ത വരുമായിരുന്നു. വലിയ കഷ്ടമാണ് നമ്മുടെ രാജ്യത്തെ ഭീകരവാദ പ്രവർത്തനത്തെ പരിപോഷിപ്പിക്കുന്ന, പരിലാളിക്കുന്ന തരത്തിലേക്ക് വാർത്താ വിതരണം, വാർത്താ റിപ്പോർട്ടിങ്ങിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം പറയാം. ഏതായാലും ഓണക്കാലമാണ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. യാത്ര ചെയ്യുമ്പോൾ പേടിക്കുകയൊന്നും വേണ്ട. കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോ, റോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ കേസിൽ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പ്രേക്ഷകനിട്ട കമൻറ്റ് പറഞ്ഞിട്ട് ഈ ചർച്ച, ഈ സംസാരം നമുക്ക് അവസാനിക്കാം. ഒരു പ്രേക്ഷകൻ നമ്മൾ ഈ കാളിന്തി എക്സ്പ്രസ് അട്ടിമറിയെക്കുറിച്ച് നടന്ന ചർച്ചയുടെ താഴെ, സംസാരത്തിൻ്റെ താഴെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന 2 അവന്മാരുടെ ദേഹം തലയിൽ വെടിയുണ്ട കയറിയ നിലയിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കണ്ടാൽ അന്ന് നിൽക്കും ഈ പരിപാടി. ശരിക്കും ഈ ഷാരൂഖ് ഖാനെയൊക്കെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണം. കാരണം ഇവനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇനി നമ്മുടെ ചെലവിൽ തീറ്റിപ്പൂച്ചി വളർത്തണം, അല്ലേ? ഇവൻ എന്താ ചെയ്തത്? ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ നോക്കിയവനാ, ഒറ്റയടിക്കുമല്ല, വധശ്രമമേ നടത്തിയുള്ളൂ എന്ന് പറയണ്ട. അത് പൊട്ടിയിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു. ഇവനെയൊക്കെ എന്താ, ഏത് സർക്കാരാണ്, UP സർക്കാരാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും തീറ്റിപ്പോറ്റുന്നതിലൊന്നും എനിക്കൊരു സാധ്യതയില്ല. നമ്മുടെ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഒരു വെടിയുണ്ട അവന് സമ്മാനമായി കൊടുക്കുകയായിരുന്നു വേണ്ടത്. എങ്കിലേ ഈ ഷാറൂഖ് ഖാൻമാർ ഇനി തീവണ്ടി അട്ടിമറിക്കാൻ, ഈ നാടിനെ തകർക്കാനുള്ള ശ്രമത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഭയന്ന് പിന്മാറുകയുള്ളൂ. പിടിച്ചാലൊന്നുമില്ല, ജയിലിൽ പോകും, ജാമ്യം കിട്ടും, പുറത്തു വരും, അവൻ അടുത്ത ഗ്യാസ് കുറ്റിയായിട്ട് അടുത്ത വണ്ടിക്ക് വരും. അപ്പോൾ ഇത്തരം തീവ്രവാദികൾക്ക് പ്രിയപ്പെട്ട സർക്കാരുകളെ നിങ്ങൾ ഒരു വെടിയുണ്ട കരുതി വെച്ചാൽ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. കുറച്ച് നിയമമൊക്കെ കയ്യിലെടുക്കണമെന്നേ എടുക്കണം, നാടിന് വേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെ ഒരു മോദി സർക്കാരിനെ കുറിച്ച് പറഞ്ഞ ഫാസിസ്റ്റ് സർക്കാരെന്ന, കുറച്ചെങ്കിലും ഈ മനുഷ്യനൊന്ന് ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പായസം കഴിക്കുമ്പോൾ ഞങ്ങളെ ഓർക്കുക. ABC മലയാളത്തിലെ എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് സ്നേഹം പങ്കുവയ്ക്കുന്നു. എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ, ഐശ്വര്യവും ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, സുഖമായിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.